ഹായ് ഓൾ, വെൽക്കം ടു SCERT സമഗ്ര. വേൾഡ് ജിയോഗ്രഫിയിലെ ഭൂമിയുടെ ഘടന എന്ന ടോപ്പിക്കിൽ 2025 വന്ന PSC ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ഡാഷ് എന്നാണ് വിളിക്കുന്നത്. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പ്, നിക്കല്. നമ്മൾ എന്താ പറയുക? നിക്കൽ ആൻഡ് അയൺ അല്ലെ. നിക്കലും ഇരുമ്പാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ഓപ്ഷൻസ് വായിക്കാം. പുറക്കാമ്പ്, അകക്കാമ്പ്, മുകളിലുള്ള ആവരണം, താഴത്തെ ആവരണം. ഏതൊക്കെയാണ് ഖരാവസ്ഥയിലുള്ളത്? ആൻസർ അകക്കാമ്പും മുകളിലത്തെ ആവരണവും. അകക്കാമ്പും മുകളിലത്തെ ആവരണമാണ് എന്താ പറയുക ഖരാവസ്ഥയിലുള്ളത്. ഭൂമിയുടെ പാളികളിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത് അകക്കാമ്പും മുകളിലുള്ള ആവരണമാണ് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കൺസെപ്റ്റ് ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ The concept of sea floor spreading was proposed by Harry H. Hess. ആരാണ്? ഹാരി എച്ച് ഹെസ്. ഹാരി എച്ച് ഹെസ് ആണ്. കൺസെപ്റ്റ് ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഹാരി എച്ച് ഹെസ്. ഗ്രീനിച്ച് സമയം, അതായത് 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7:30 PM കേട്ടോ. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7:30 PM. കാരണം എന്താ? ഗ്രീനിച്ച് സമയത്തേക്കാളും 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം കേട്ടോ. അതുകൊണ്ടാണ് 2 PM. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യൻ സമയം എത്ര ആവുന്നത്? 7:30 PM ആവുന്നത്. ഇനി തെക്കേ അമേരിക്കക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാ? തെക്കേ അമേരിക്കക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ്? ഓപ്ഷൻസ് പറയാം. കോക്കോസ്, ഫിലിപ്പൈൻ, പസഫിക്, നാസ്ക. ഏത് ആൻസർ? തെക്കേ അമേരിക്കക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക കേട്ടോ. ഏതാണ്? നാസ്കയാണ്. തെക്കേ അമേരിക്കക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം നാസ്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുവിന്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേരെന്താ? ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുവിന്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേരാണ് നോൺ സ്പേഷ്യൽ ഡാറ്റ. എന്താണ്? നോൺ സ്പേഷ്യൽ ഡാറ്റ എന്നാണ്. ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുവിന്റെ സ്വഭാവവും സവിശേഷതകളും സൂചിപ്പിക്കുന്ന ഡാറ്റയുടെ പേരെന്താണ്? നോൺ സ്പേഷ്യൽ ഡാറ്റ. ഓക്കെ.